നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. ചെറുപ്പക്കാരിൽ വ്യാപകമായി കാണുന്ന താരൻ അഥവാ ഡാൻഡ്രഫ് ആണ് ഇന്നത്തെ വിഷയം. വൈദ്യശാസ്ത്രപ്രകാരം ഇതൊരു ഗുരുതരമായ രോഗമല്ല, പക്ഷേ ഇത് ദീർഘകാലം തുടരുകയും ചെയ്യും. ശിരോചർമ്മത്തിൻ്റെയും മുടിയുടെയും ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് പ്രധാന മാർഗം. എണ്ണമയമുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന രോഗത്തിലും താരൻ അധികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവരിൽ, അതായത് വരണ്ട ചർമ്മമുള്ളവരിൽ താരൻ വളരെ കൂടുതലായിരിക്കും. ചില ഫംഗസ് ബാധയിലും താരനുണ്ടാകും. ഇതുകൂടാതെ ചില ഗൗരവമുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടും നാഡീരോഗങ്ങൾ, പാർക്കിൻസൺസ് മുതലായ അസുഖങ്ങൾ ഇവയോടുകൂടിയും താരൻ കണ്ടുവരുന്നു. പിന്നെ താരന് സീസണായിട്ടും ബന്ധമുണ്ട്. മഞ്ഞുകാലം വരുമ്പോൾ താരൻ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഇനി താരൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുടിയുടെയും ശിരോചർമ്മത്തിൻ്റെയും ശുചിത്വം പാലിക്കുക. പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ഇപ്പോൾ മുടി നീട്ടി വളർത്തുന്നു. ഇത് വേർപ്പടിയാനും കുരുക്കളുണ്ടാകാനും മറ്റും കാരണമാകുന്നു. അതുകൊണ്ട് അമിതമായി മുടി നീട്ടി വളർത്തുന്നത് ഒഴിവാക്കുക. ദിവസം 2 നേരമെങ്കിലും കുളിക്കുക. താളിപ്പൊടി ഉപയോഗിക്കുക. പേഴ്സണലായിട്ടുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ചും തലയിണ കവർ, തല ചീകാനുള്ള ചീർപ്പ്, തോർത്ത് ഇവയെല്ലാം ശുചിയായി തന്നെ സൂക്ഷിക്കുക. ഷാമ്പു ഇടുന്നതിൽ തെറ്റില്ല, പക്ഷേ സ്ഥിരമായിട്ട് ഷാമ്പുവും സോപ്പും ഉപയോഗിക്കുന്നത് ശിരോചർമ്മം വരളുന്നതിനും കൂടുതൽ താരനുണ്ടാകുന്നതും കാരണമാകുന്നതായി കണ്ടുവരുന്നു. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള മാർഗങ്ങൾ, പ്രധാനമായിട്ടും താളിയുടെ ഉപയോഗം താരൻ നിയന്ത്രിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. ചില താളികൾ പറയാം. നമ്മുടെ നാട്ടിൻപുറത്ത് വളരെ സാധാരണമായി കണ്ടുവരുന്ന കുറുന്തോട്ടി താളി, ഇത് വെള്ളത്തിൽ ഇടിച്ചു പിഴിഞ്ഞ് ഇത് തലയിൽ, അതായത് ശിരോചർമ്മത്തിലും മുടിയിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരനിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ത്രിഫല, കടുക്ക, നെല്ലിക്ക, താന്തിക്ക ഇവയുടെ തോട് കടയിൽ വാങ്ങാൻ കിട്ടുന്നു. അപ്പോൾ ഇത് വെള്ളം തിളപ്പിച്ച് തല കഴുകുന്നതും താരൻ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ശിരോചർമ്മവും മുടിയും ശുചിയായി തീരുകയും ചെയ്യും. മറ്റൊന്ന്, ത്രിഫലയോടൊപ്പം ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് ശിരോചർമ്മത്തിലുള്ള അണുബാധ ഒഴിവാക്കുവാനും ഉപകരിക്കും. മറ്റൊന്ന്, ഉലുവയും കീഴാർ നെല്ലിയും ചതച്ചിട്ട് അത് ഞെരടിപ്പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൊണ്ട് തല കഴുകുന്നതും ശിരോചർമ്മം ശുദ്ധമായിരിക്കാൻ സഹായിക്കുന്നു. വെളിച്ചെണ്ണയാണ് താരൻ്റെ കാര്യത്തിൽ അഭികാമ്യം. നല്ലെണ്ണ പലപ്പോഴും താരൻ വർദ്ധിപ്പിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ പാകം ചെയ്തെടുക്കുന്ന ദുർദൂരപത്രാദി വെളിച്ചെണ്ണ, ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ ഇവയെല്ലാം തന്നെ താരൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വർദ്ധിച്ച താരനിൽ വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധ സേവ ആവശ്യമാണ്. കഷായങ്ങളും മറ്റ് ചില തൈലങ്ങളും താരൻ അകറ്റാൻ സഹായിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി മുടിയുടെ സംരക്ഷണത്തിനായി നല്ല ആഹാരം കഴിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തവിടോടുകൂടിയ ഹോൾ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, പയർ, പരിപ്പ് മുതലായ ഭക്ഷ്യവസ്തുക്കൾ, ഇലക്കറികൾ വളരെ ഫലപ്രദമാണ്. കാരണം ഇവ വൈറ്റമിൻസിൻ്റെ സമൃദ്ധമായ സോഴ്സാണ്. മറ്റു മൈക്രോ ന്യൂട്രിയൻസും ഇലക്കറികളിലൂടെ ലഭിക്കുന്നു. ഇതുകൂടാതെ പച്ചക്കറികൾ, പ്രത്യേകിച്ച് കാരറ്റിൻ്റെ ജ്യൂസ് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും ആയുർജീവനത്തിൽ കാണാം. നമസ്കാരം.